ബസൂക്ക സിനിമ ഇന്ന് റിലീസായി. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ 10 മണിക്ക് തുടങ്ങിയത് ഇപ്പോൾ 12:30 ജസ്റ്റ് കഴിഞ്ഞ് സിനിമ കണ്ടു കഴിഞ്ഞ ആൾക്കാർ ഇറങ്ങി. സിനിമയെക്കുറിച്ച് നല്ല അഭിപ്രായമാണ് വരുന്നത്. ഡിനോ ഡെന്നീസ് എന്ന ഡയറക്ടർ ആദ്യ പടം ആണെന്ന് തോന്നിക്കാത്ത രീതിയിൽ മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നും BGM കുറിച്ച് പ്രത്യേകം എടുത്തു പറഞ്ഞു സിനിമ കണ്ടവർ. BGM സയ്യിദ് അബ്ബാസ് എന്നുള്ള ഒരാളാണ്. BGM വളരെ ഹൈ നിൽക്കുന്നുണ്ട്. മേക്കിംഗ് ഡിനോ ഡെന്നീസ് ഫസ്റ്റ് പടം ഡെബ്യൂ പടമാണ്, കന്നിപ്പടമാണെന്ന് തോന്നിക്കാത്ത രീതിയിൽ വളരെ സ്റ്റൈലിഷായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ മമ്മൂട്ടിയുടെ പെർഫോമൻസ് പ്രത്യേകം എടുത്ത് പറഞ്ഞു. സ്റ്റൈലിഷ് മമ്മൂട്ടി, സാമ്രാജ്യത്തിലും മറ്റൊക്കെ കണ്ടതുപോലെ സ്റ്റൈലിഷ് മമ്മൂട്ടിനെക്കുറിച്ച് പ്രത്യേകം എടുത്ത് പറഞ്ഞ ആൾക്കാർ. ഫസ്റ്റ് ഹാഫ് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞവരുണ്ട്. പിന്നെ എല്ലാവരും എടുത്തു പറഞ്ഞ പ്രത്യേകമായിട്ട് എല്ലാവരും ത്രില്ലടിച്ച് ഹൈയിൽ പറഞ്ഞ ഒരു പ്രത്യേക കാര്യം ക്ലൈമാക്സ് ഗംഭീരമായിട്ടുണ്ട്. ട്വിസ്റ്റ് സൂപ്പറായിട്ടുണ്ട്. ലാസ്റ്റ് ഹാഫ് ആൻ അവർ പൊളിച്ചടക്കിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് ഒരുപാട് പേര്. ഏകദേശം 25 പേരോളം ഞാൻ സംസാരിച്ചു. ഓരോരുത്തരും പറയുന്നത് അന്നേരം വീഡിയോ എടുക്കുന്നതിന് പകരം അവരോട് 1-on-1 കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് രൂപീകരിച്ച ഒരു അഭിപ്രായ സമന്വയത്തിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. പടം കണ്ടിട്ടില്ല. പടത്തിൻ്റെ ടൈലറും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ മൈൻഡ് ഗെയിം ത്രില്ലർ, വയലൻസ് ഇല്ലാത്ത ഒരു വയലൻസ്, പിന്നെ മമ്മൂട്ടി സ്റ്റൈലിഷായിട്ട് വരുന്നു. അപ്പം പുതുമകൾ കണ്ടെത്താനുള്ള മമ്മൂട്ടിയുടെ ശ്രമം ഈ സിനിമയിലും വിജയം കണ്ടു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ഹെവി മാസ് മൊമെൻറ്റ്സ് ഭീഷ്മപർവ്വത്തിലൊന്നും ഉള്ളതുപോലെ ത്രൂ ഔട്ട് ഇല്ല എന്ന് തോന്നുന്നു. പക്ഷേ ക്ലാസ് ആൻഡ് സ്റ്റൈലിഷ് ആയിട്ട് മേക്ക് ചെയ്ത് വെച്ച ഒരു നവ്യാനുഭവം, ഒരു പുതിയ അനുഭവം. കാരണം മലയാള സിനിമയിൽ ഈ ജോണർ, ഈ ഒരു സംഭവം മുമ്പ് ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത് മനസ്സിലാക്കാവുന്ന രീതിയിലാണെന്ന് തോന്നുന്നു മേക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. എന്തിനായാലും പടം കാണാതെ അഭിപ്രായം പറയുന്നതിന് ഒരു പരിധിയുണ്ട്. എങ്കിലും ചില പ്രത്യേക സാഹചര്യങ്ങൾ കാരണം രാവിലെ ഫസ്റ്റ് ഷോ കാണാൻ പറ്റിയില്ല. വൈകിട്ടോ രാത്രിയോ കാണുന്നുണ്ടാവും എന്നാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ 25ഓളം പേര് ടീനേജേഴ്സ് തൊട്ട് പ്രായമുള്ളവരും ലേഡീസും ജെൻസിനോടൊക്കെ സംസാരിച്ചപ്പോൾ അവരൊക്കെ പറഞ്ഞത് ഇതേ കാര്യം തന്നെയാണ്. പടം കൊള്ളാം, കണ്ടിരിക്കാം, തിയേറ്റർ വാച്ചാണ്. പിന്നെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചപ്പോൾ പിന്നെ ഈ BGM കുറിച്ച് എല്ലാവരും നല്ലത് പറഞ്ഞു. BGM വളരെ സൂപ്പറായിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വളരെ സൂപ്പറായിട്ടുണ്ടെന്ന് പറഞ്ഞു. ക്യാമറ നിമിഷ് രവിയാണ്. ക്യാമറ ഒട്ടും മോശം വരില്ല. അപ്പോൾ ആകെ മൊത്തം മേക്കിംഗ് നന്നായിട്ടുണ്ടെന്ന് തോന്നുന്നു. ക്ലൈമാക്സ് പൊളിച്ചടുക്കിയ ഒരു തിയേറ്റർ വാച്ച് ക്ലാസ് ത്രില്ലറാണ് എന്ന അഭിപ്രായമാണ് വന്നിട്ടുള്ളത്. നമ്മൾ ചെയ്യാത്ത റോളൊന്നുമില്ല ബായ് എന്നുള്ള പഞ്ച് ഡയലോഗൊക്കെ കണ്ട് പിന്നെ മമ്മൂട്ടിയുടെ അസുഖ വാർത്ത വന്നതിന് ശേഷം റിലീസാവുന്ന പടമാണ്. ഇപ്പോൾ എമ്പുരാന് ശേഷമുള്ള മെയിൻ റിലീസാണ്. ഇന്ന് തന്നെ മരണമാസം റിലീസായിട്ടുണ്ട്. അതുപോലെ ജിംഖാന ക്ലബ്ബ് റിലീസായിട്ടുണ്ടെന്ന് തോന്നുന്നു. മരണമാസ് സൈമിൾട്ടേനിയസ്ലി തൊട്ടടുത്ത തിയേറ്ററിൽ കളിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ അഭിപ്രായം ചോദിക്കാൻ പറ്റിയില്ല. ബസൂക്കയുടെ അഭിപ്രായം മാത്രമേ ചോദിച്ചുള്ളൂ. എനിവേ, ഹാപ്പി വാച്ചിങ് മൂവീസ്.